അറ്റ്ലസ് ഒരുക്കുന്നു കുട്ടികൾക്കായി കിടിലൻ ഓഫറുകൾ. സ്കൂൾ ബാഗുകൾ വാറന്റിയോട് കൂടി മാത്രം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ. തുവൂർ കമാനത്ത് ഗതാഗതം നിയന്ത്രിക്കാൻ സ്ഥാപിച്ച ക്രോസ് ബാറുകളിലൊന്ന് തകർന്നു. ബുധനാഴ്ച രാവിലെ മിനി ലോറി ഇടിച്ചാണ് ക്രോസ് ബാർ തകർന്നത്. കമാനം റെയിൽവേ മേൽപ്പാലത്തിലൂടെയുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി 4 ദിവസം പിന്നിട്ടിട്ടും ബലപ്പെടുത്തൽ പ്രവൃത്തി തുടങ്ങാത്തതിനെതിരെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് 2 ക്രോസ് ബാറുകളിൽ ഒന്ന് തകർന്നത്. 4 ചക്രവാഹനങ്ങൾ വരെയുള്ളവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനായി റെയിൽവേയാണ് മേൽപ്പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇരുഭാഗങ്ങളിലും ബാറുകൾ സ്ഥാപിച്ചത്. ഒരു ഭാഗത്ത് ഉയരക്കൂടുതലും മറുഭാഗത്ത് ഉയരക്കുറവുമുള്ള ബാറുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഉയരക്കുറവുള്ള ക്രോസ് ബാറാണ് മിനി ലോറി ഇടിച്ച് തകർന്നത്. മേൽപ്പാലത്തിന് 100 മീറ്റർ മുൻപെങ്കിലും സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചെങ്കിൽ മാത്രമേ മറുനാട്ടിൽ നിന്ന് എത്തുന്ന വാഹന ഡ്രൈവർമാർക്ക് നിയന്ത്രണം ഉള്ളത് അറിയാൻ കഴിയൂ. തുടക്കത്തിൽ 2 ദിവസമുണ്ടായിരുന്ന പോലീസ് കാവലും ഇപ്പോൾ കാണാനില്ല. റെയിൽപാത സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചതും 2 മാസത്തിനകം അത് തകർന്നതുമാണ് മേൽപ്പാലം അപകടാവസ്ഥയിലാകാൻ കാരണമായത്. തുടർന്ന് പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ 3 ആഴ്ചത്തേക്കാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പണി ഇനിയും തുടങ്ങിയിട്ടില്ല എന്നത് നിയന്ത്രണത്തിന്റെ കാലാവധി വർദ്ധിക്കാനും ഇടയാക്കും. ന്യൂസ് ബ്യൂറോ, തുവൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.